ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ലാലേട്ടന്റെ വിഷു എപ്പിസോഡിന്റെ ഭാഗമായിട്ട് റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡാൻസിന്റെ ഒക്കെ തിരുവാതിരയും പിന്നെ മറ്റു പലതും ഉണ്ട്, കലാപരിപാടികളുണ്ട്. അതിന്റെ റിഹേഴ്സലാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ സിബിൻ മെയിൻ ആവുന്നുണ്ട്. സിബിൻ ഒരു ഡാൻസ് കൊറിയോഗ്രാഫറും കൂടിയാണ്. അതുകൊണ്ട് സിബിൻ ഒന്ന് മെയിൻ ആവാൻ നോക്കുന്നുണ്ട്. എല്ലാം ഒന്ന് എന്താ പറയുക, പ്രോപ്പറായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് എല്ലാവരെയും കൊണ്ട് നേരെ ചൊവ്വേ കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ സമയത്ത് ജാസ്മിൻ, ഈ ക്യാപ്റ്റൻ ആണല്ലോ ജാസ്മിൻ, അപ്പൊ ജാസ്മിൻ വന്നിട്ട് ജാസ്മിൻ എന്തോ പറയാൻ ഇങ്ങനെ ശ്രമിക്കുന്നു, നന്ദനയെ എടുത്താൻ പറ്റും. അപ്പൊ സിബിൻ പറയുന്നു മിണ്ടാതിരിക്കടി എന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ഈ സമയത്ത് ജാസ്മിൻ ആകെ ഈഗോ പൊട്ടി പൊളിയാണ്. എന്നിട്ട് കരഞ്ഞു മോങ്ങി വാഷ്റൂമിലോട്ട് ഓടി, എന്നെ ചവിട്ടി തേക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അപമാനിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, എത്രയെന്ന് വെച്ചിട്ട് അവൻ വന്ന അന്ന് മുതൽ എന്നെ അവൻ പൊളിച്ചോണ്ടിരിക്കുകയാണ്, എനിക്ക് പൊട്ടിത്തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അങ്ങ് കരഞ്ഞങ്ങ് ബഹളം വെക്കുകയാണ് കിടന്ന്. അപ്പൊ ഇതിലെനിക്ക് തോന്നുന്നൊരു കാര്യം, സിബിൻ മെയിൻ ആവാൻ നോക്കുന്നത് സിബിൻ ഡാൻസ് കൊറിയോഗ്രാഫർ ആയതുകൊണ്ടാണ്, സിബിൻ ഒരു ഡാൻസർ ആയതുകൊണ്ടാണ്. ജാസ്മിൻ ഡാൻസർ അല്ലാത്തത് ജാസ്മിന് തെറ്റൊന്നുമല്ല. പക്ഷെ ഈ ഒരു കഴിവുള്ള ഒരാള് അവിടെ മേൽനോട്ടം നടത്തുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. കാരണം അങ്ങനെ ഒരാൾ മേൽനോട്ടം നടത്തുമ്പോഴാണ് കുറച്ചുകൂടെ ബെറ്റർ ഔട്ട്പുട്ട് വരാൻ സാധ്യതയുള്ളത്. ജാസ്മിൻ ക്യാപ്റ്റൻ ഒക്കെ തന്നെയാണ്. ജാസ്മിന് അവിടെ പലരും വില തരുന്നില്ല. ജാസ്മിൻ തന്നെ സെലക്ട് ചെയ്ത പവർ ടീം ജാസ്മിന് വില തരുന്നില്ല. അപ്പം പവർ ടീം തരാത്ത വില സിബിൻ തരണമെന്ന് എന്തിനാണ് ജാസ്മിൻ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ ജാസ്മിനോട് എനിക്ക് പറയാനുള്ളത് കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്. കോപ്പ് അപ്പ് എന്നുള്ള ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇത് എല്ലാ നേരവും കടന്നു പോകും, ഇതിലും മോശം നേരം വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് കോപ്പ് അപ്പ് വിത്ത് ഇറ്റ് ജാസ്മിൻ, കോപ്പ് അപ്പ് വിത്ത് ഇറ്റ്.